കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ 10ാം ക്ലാസ്സിലെയും +1ലെയും ഒക്കെ ഈ രണ്ടാം പാദത്തിൻ്റെ, അതായത് ക്രിസ്മസ് പരീക്ഷയുടെ ചില ചോദ്യങ്ങൾ ചോർന്നിരുന്നു ചില യൂട്യൂബ് ചാനലുകൾ വഴി എന്ന വലിയൊരു ആക്ഷേപം ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി. അത് ശ്രദ്ധയിൽപ്പെട്ട നിമിഷം തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ അതിൻ്റെ അന്വേഷണ ചുമതല നൽകുന്നത് നമ്മൾ കണ്ടതാണ്, മേധാവിക്ക് തന്നെ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നതും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമ്മുടെ മുന്നിൽ ഇപ്പോൾ സജീവ ചർച്ചയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണം നേരിടുന്ന MS സൊല്യൂഷൻസുമായി ബന്ധമുള്ള അധ്യാപകരുടെ മൊഴിയെടുക്കും. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലതീഷ് ചേരുകയാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി. MS സൊല്യൂഷൻസ് ഈ കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ചാണല്ലോ കൂടുതലായും പ്രവർത്തിക്കുന്നത്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. രതീഷ്, ഇതിപ്പോൾ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന ഈ ആക്ഷേപം. 10ാം ക്ലാസ്സിലെയും ഒപ്പം തന്നെ +1ലെയും ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോർന്നു എന്ന ഗൗരവതരമായ ആക്ഷേപമാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം മുന്നിൽ വന്നപ്പോൾ തന്നെ സർക്കാർ വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നു. വകുപ്പുതല അന്വേഷണം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ നേരിട്ട് അന്വേഷണ ചുമതല വഹിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പോകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനു, MS സൊല്യൂഷനുമായി സഹകരിക്കുന്ന അധ്യാപകരുണ്ട്. ആ അധ്യാപകരുടെ വിവരങ്ങൾ ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു. ആ അധ്യാപകരിലേക്ക് അന്വേഷണം നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് MS സൊല്യൂഷനുമായി പലതരത്തിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ സഹകരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചോദ്യപേപ്പർ ഏത് രീതിയിൽ ഇവരിലേക്ക് എത്തിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ MS സൊല്യൂഷനുമായി സഹകരിക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസെടുത്ത് അന്വേഷണത്തിലേക്ക് കടക്കുന്ന കാര്യം ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക. നിലവിൽ ഒരു പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. DDEയുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. മുമ്പും ഈ MS സൊല്യൂഷനെതിരെ ആരോപണം ഉന്നയിച്ച സ്കൂൾ അധ്യാപകരിൽ നിന്നും ഇതിനകം തന്നെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ AEO ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. AEOയുടെ മൊഴി, കൊടുവള്ളി AEOയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇത്തരത്തിൽ ഈ ഓൺലൈൻ സ്ഥാപനവുമായി സഹകരിച്ച അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ അധ്യാപകരിലേക്ക് അന്വേഷണം എത്തുന്നു. ഒപ്പം ഈ യൂട്യൂബ് ചാനൽ വീഡിയോ തയ്യാറാക്കാൻ സഹായിച്ച അധ്യാപകരുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ നിലയിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നോ എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൗരവമായി തന്നെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അന്വേഷണവും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും തീരുമാനിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. കാരണം MS സൊല്യൂഷൻ പറയുന്നത് മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ അവരുടെ പ്രഡിക്ഷൻ ചോദ്യപേപ്പറുകൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായി അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അത് MS സൊല്യൂഷൻ്റെ ഒരു ആരോപണമാണ്. ഒപ്പം വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള നിലയിൽ ചില വിദ്യാർത്ഥി സംഘടനകളെങ്കിലും കൂടുതൽ ഇതേപോലെ ചോദ്യം ചോരുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള പരാതി വിദ്യാഭ്യാസ വകുപ്പിന് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോകുന്നത്. മനു. ശരി, ഓക്കെ, താങ്ക് യു. ശരി ലതീഷാണ് നമുക്ക് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ടാണ് അന്വേഷണ ചുമതല വഹിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ അതിനെ എത്രമാത്രം ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വിവരങ്ങളാണ് ലതീഷ് നമുക്ക് നൽകിയത്.